ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ കല്ലറ കടത്തിയാലും പൊക്കിക്കൊണ്ടുവന്ന് യേശുവിന്റെ കൂടെ ഒന്ന് കൈയടിച്ചു രാമൻ പറയാമോ? പന്തിക്കരുത്. എന്റെ കർത്താവ് വിശ്വസ്തനാണ്. കാരണം നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച കർത്താവാണ്. 3 കുരുടന്മാർക്ക് കാഴ്ച. നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ചേറുവാരി കണ്ണിൽ പുരട്ടി ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ 4 കുന്നിനെ തഴുകി വരുന്ന ശീലോഹാകുളത്തിലെ തണുത്ത വെള്ളം തട്ടി കണ്ണിലൊഴിച്ചപ്പോ മണ്ണ് ചാടി കയറി കണ്ണാകുന്നത് ലോകം കണ്ടു. 37 അത്ഭുതങ്ങൾ വെട്ടിയുതിർക്കുന്നത് പോലെ. ഇച്ചൂടെ കെട്ടി പറയട്ടെ, സാത്താന്യ മണ്ഡലങ്ങൾക്ക് പോലും വിമർശിക്കാൻ കഴിയാത്തത്. ഞാൻ ആരെ കുറ്റം പറയല്ല, ആരുടെയോ തലവേദന മാറിയെന്ന് പറയുന്നതല്ലായിരുന്നു യേശുവിന്റെ മിനിസ്ട്രി. ശക്തി പുറപ്പെട്ടെന്ന് യേശു അറിഞ്ഞു, ബാധ മാറിയെന്ന് സ്ത്രീ അറിഞ്ഞു. ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, 2024 തെളിയിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ ചെങ്ങന്നൂര് വെളിപ്പെട്ടു വരട്ടെ. ഞാൻ ഒരു വാക്ക് എന്റെ ദൈവമക്കളോട് പറയാം. എന്റെ കർത്താവെ, നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. കർത്താവിന് വേണ്ടി നമ്മൾ ഒന്നും എഡിറ്റ് ചെയ്യണ്ട. കേട്ടില്ല? ആ വീഡിയോ പിടിക്കുന്ന പിള്ളേരോട് ചോദിക്കണം എഡിറ്റ് ചെയ്യുന്നത് എന്താണെന്ന്. അവര് പറയാൻ പറഞ്ഞു നേരെ ഉണ്ടേ പറയുമായിരിക്കും. കർത്താവിന്റെ കാര്യം ഒന്നും എഡിറ്റ് ചെയ്യണ്ട. കാര്യം എന്താണെന്നറിയോ? അവൻ ചെയ്യുന്നതല്ല സത്യമായതുകൊണ്ട് അതിനകത്ത് ഒരു എഡിറ്റിന്റെയോ ആവശ്യമില്ല. ഡിസംബർ മാസം വരുന്നതിന് മുമ്പ് സഭകളിൽ അത് നടക്കട്ടെ. കൈയത്തി രാമൻ പറയാവോ? അങ്ങനെ ഇടതടവില്ലാത്ത അത്ഭുതങ്ങൾ 37 എണ്ണം. ആമേൻ. ഞാൻ യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ട 3 പ്രത്യേകത. 1, ആരും തൊടാത്തവരെ യേശു തൊടും. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടും. 3, ആരും കയറാത്ത വീട്ടിൽ യേശു കയറും. ചെങ്ങന്നൂര് സ്ഥലപ്പേരിക്കരത്തിന് പെണ്ണുക്കരേ, ഞാൻ ഉറക്കിയ ഒരു ദൂത് പറയാം. മതമില്ലാത്തൊരു ദൈവമുണ്ട്, ജാതി നോക്കാത്തൊരു ദൈവമുണ്ട്, വർണ്ണവും വർഗവും നോക്കാത്തൊരു ദൈവമുണ്ട്, യോഗ്യത നോക്കാത്തൊരു ദൈവമുണ്ട്. ഏത് നശിച്ചവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേര് യേശുവെന്ന. ആരും തൊടാത്തവരെ തൊടുന്നു, ആരും മിണ്ടാത്തവരോട് മിണ്ടുന്നു. ബാക്കി ആരും കയറാത്ത വീട്ടിൽ യേശു കയറുന്നു. ഒറ്റ വാക്കിൽ പറയട്ടെ, നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയാണ് ഇരിക്കണേ. അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവം. വീടിന്റെ മുറ്റത്ത് വെച്ച് അണലിപ്പാമ്പിന്റെ കടിയേറ്റു എന്റെ അപ്പൻ അണലിപ്പാമ്പിന്റെ കടിയേറ്റ് വീടിന്റെ മുറ്റത്ത് വീഴുമ്പോ മുച്ചോട് കത്തിയ നിലവിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ വീടിന്റെ തിന്നലിരുന്ന് എന്റെ വല്യപ്പൻ കാണുക എന്റെ അപ്പനെ പാമ്പ് കടിക്കുന്നത്. അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഞാൻ എല്ലായിടത്തും പറയുന്നത് എന്റെ ആവേശം കൊണ്ട് ഞാൻ പറയാം. എന്റെ അപ്പൻ പാമ്പിന്റെ കടിയേറ്റ് മുറ്റത്ത് മകൻ മരിക്കുമെന്നുള്ള യാതി കയറി നിലവിളക്കെടുത്ത് നെഞ്ചിലിടിച്ച് ബോധം കെട്ട് എന്റെ വല്യപ്പൻ വീടിന്റെ തിണ്ണയിൽ അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുക. ഞാൻ ചെങ്ങന്നൂരിനോട് ഒരു ദൂത് പറയട്ടെ, വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം ചില വീടുകളിൽ ഉണ്ടെന്ന്. വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ഈ യോഗം വെറുതെ അല്ല, ഏതോ ശാപത്തെ അഴിക്കാൻ അഭിഷേകമുള്ളവരോ ആരാധിച്ചാട്ടെ. ഏതോ വീടിനകത്ത് തലമുറകളെ കൊണ്ട് വീടിനെ കൊണ്ട് കുടുംബ ജീവിതം കൊണ്ട് പേടിക്കണ്ട, ആ ശാപത്തെ അഴിക്കാൻ. എന്റെ അപ്പനെ കോട്ടയം കാരിത്താസിലും വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിലും അഡ്മിറ്റ് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 5ാമത്തെ ദിവസം എന്റെ വല്യപ്പൻ ജീവനോടുള്ള സമരം അവസാനിപ്പിച്ചു. 9 മണിയായി. ഞാൻ ഒരു 10 മിനിറ്റ് കൂടെ എടുത്താൽ കുഴപ്പമുണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടെത്തൊന്നും നിങ്ങൾ ചെന്നിട്ട് വേണം നാസയിൽ റോക്കറ്റ് വിടാൻ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 7 ദിവസം പഴകിയ കുറെ ചപ്പാത്തിയെ ഫിറ്റിലെത്തിട്ട് ചെല്ലുമ്പോഴേ അമ്മ ചൂടാക്കും.
ദാവീദ് സിംഹത്തെ കയറുന്ന പോലെ വലിച്ചു കയറി വായിക്കാത്ത വെക്കണം. ഇതല്ലാതെ വേറെ ഒരു നിരക്ക് നിങ്ങൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രായമുള്ളവർ എന്നോട് ക്ഷമിക്കണം, ഷുഗർ ഉള്ളത് കൊണ്ട് ചെറിയൊരു കിലുകിലിപ്പ് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും നിങ്ങൾ എന്നെ പ്രാകരുത്. എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ഒരു 5 മിനിറ്റ് കൂടി ഇരുത്താൻ പറ്റുമോ എന്നറിയാനാ. ഞാൻ കഴിഞ്ഞ ദിവസം ആരോടോ പറഞ്ഞു, നമ്മുടെ ആളുകൾ കഴിക്കുന്ന BP-യുടെ ഗുളിക അരിക്കൊമ്പന് കൊടുക്കുവാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടേ കണ്ണു തുറക്കുള്ളൂ. നമ്മുടെ ആളുകളെ ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറക്കുന്നുണ്ടല്ലോ. ആശ്വാസം. പെട്ടെന്ന് എനിക്കിത് പറഞ്ഞു തീർത്തേ പറ്റത്തുള്ളൂ. ദൂതിന്റെ ഗൗരവത്തിലേക്ക് എനിക്ക് കയറി വന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, തൊടാത്തവനെ തൊടുന്നവൻ, കേറാത്തടത്ത് കയറുന്നവൻ, ആമേ, എല്ലാവരും കൈവിട്ടവരെ കിട്ടും. എൻ്റെ വീട്ടിലെ സാക്ഷി എങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. വല്യപ്പൻ്റെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. നാട്ടുകാർ മുഴുവൻ കെട്ടിപ്പൊക്കിയ പന്തലിനകത്ത് ബോഡി വെച്ച് അനുശോചന പ്രവാഹം. വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടിപ്പൂളി അടുക്കി ശരീരം ചിറക്കി കൊടുത്തു. 6 പച്ചവട്ടിക്കകത്ത് ചാരം പോലും വെള്ളത്തിലൊഴുക്കി. 18ാമത്തെ ദിവസം 5 തവണ രക്തം മാറിയിട്ടും ശരീരത്തിലെ വിഷം മാറാത്തവനായി എൻ്റെ അപ്പനെ ആശുപത്രി ഉപേക്ഷിച്ചു. ഞാനൊരു ദൂത് പറയട്ടെ, ദൈവം ഒരുത്തനെ തൊട്ടാൽ ഒരു ഡോക്ടർക്കും അവനെ രക്ഷിക്കാൻ പറ്റുകയില്ല. പിന്നെ ദൈവത്തിനല്ലാതെ അവനെ രക്ഷിക്കാൻ പറ്റുകയില്ല. എൻ്റെ അപ്പനും അമ്മയും കൂടി 6 പ്രാവശ്യമാണ് ആത്മഹത്യക്ക് പോയത്. കുപ്പിച്ചിൽ ഇടിച്ചു പൊടിച്ച് ചോറിന്റെ ഉള്ള വെച്ച് വിഴുങ്ങാൻ നോക്കി, ഫിവറിടാൻ വിഷം കുടിക്കാൻ നോക്കി. 2 പെമ്പക്കളെ ഒക്കത്ത് വെച്ച് കെട്ടി വെള്ളത്തിൽ ചാടി മരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോയി. കെട്ടി തൂങ്ങി 2 തവണ. 6 മരണങ്ങൾ വഴിമാറി. ഒരു കാര്യം ഞാൻ പറയാം, തൂങ്ങിയാൽ പോലും ദൈവത്തിന് വേണ്ടവൻ ചാകുകയില്ല. ഹല്ലേലൂയ. അതിന് പറ്റുന്നൊരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ഏലിയാവിന്റെ യാഗപീഠത്തില് 3 പ്രാവശ്യം നനഞ്ഞ വിറക കത്തിയത്. 3 പ്രാവശ്യം നനഞ്ഞ വിറക്. എന്നാൽ ഇസഹാക്കിനെ കടത്തിയ യാഗപീഠത്തിലെ വിറക് കരിയല പോലെ ഉണങ്ങിയതാ, പക്ഷെ കത്തിയില്ല. കാരണം വാഗ്ദത്തത്തോളം മേലിക്കിടന്നാൽ തീ പിടിക്കാൻ ദൈവം. മുമ്പോട്ട് വരിക. എനിക്ക് 1-2 കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പറയണം. ഇന്ന് രക്തത്താലേ അത്യാവശ്യമായിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെ വീട്ടിൽ മരിക്കാൻ കിടന്ന് 6 പ്രാവശ്യം ആത്മഹത്യ കൈവിട്ട് എൻ്റെ അപ്പനെ 2 സുവിശേഷകന്മാർ വന്ന് കസേര പൊക്കിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് രാത്രി എൻ്റെ അപ്പനെ യേശു തൊട്ടു. എന്നെ കുശുമ്പ് പിടിച്ച് ആമീനൊന്നും. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഉപദേശിമാർ 5 എണ്ണം. എൻ്റെ പൊന്നുപാസ്റ്ററെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കൺവെൻഷൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ 5 ഉപദേശിമാരുണ്ടെന്ന്. യോഗം അപ്പച്ചമ്മച്ചനുണ്ടെങ്കിൽ തോത്രാച്ചാലവിടെ എവിടെ കൊണ്ടാണ് വെക്കുന്നത്? തറയെന്ന് പറഞ്ഞാൽ പറയുന്നത് നമ്മുടെ ആളുകൾ കേൾക്കുന്നത്. എന്താ ചെയ്യാന്? 2 IPC, 1 AG, 1 ന്യൂ ഇന്ത്യ, 1 സ്വതന്ത്രം. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട സ്വതന്ത്രൻ ആരാന്നല്ലേ? ഞാൻ. ആശ്വാസമായല്ലോ. ഹല്ലേലൂയ. 5 ഉപദേശിമാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. പിശാചി കരിങ്കൊടി കെട്ടിയ പേരക്കകത്ത് അവൻ യേശുവിനെ ഉയർത്തുന്നവരെ എഴുന്നേൽപ്പിക്കാൻ എന്റെ കർത്താവ് ശക്തനാണ്. പോട്ടെ. കരച്ചിൽ. എനിക്ക് വിശാലമായിട്ട് പ്രസംഗിക്കാൻ ആവേശമുണ്ട്. ജനിച്ചു വീഴുന്ന അമ്മിഞ്ഞപ്പാല് അവയെ കുടിക്കുന്ന കൊച്ചിന് കരച്ചിൽ ലാംഗ്വേജാണ്, ആശയവിനിമയമാണ്. എന്നാൽ പ്രായമായവർക്ക് കരച്ചിൽ ആശയവിനിമയമല്ല, അകതാലിൽ തിരതള്ളുന്ന വേദനകളുടെ വൈകാരിക ഭാവങ്ങളുടെ പുറത്തേക്കുള്ള ത്രസനമാണ് അവർക്ക് കരച്ചിൽ. കരച്ചിൽ ഒരു ചെറിയ കാര്യമല്ല. കണ്ണുനീരിന്റെ അകത്തെ ഗ്രന്ഥി ഒരു ചെറിയ കാര്യമല്ല. വേദപുസ്തകത്തിൽ എവിടെയൊക്കെ കരച്ചിൽ കേട്ടു, അക്കമിട്ട് പറയണോ? ഒന്നൊന്നായിട്ട് നേരം വെളുക്കുന്നിടം വരെ ഇവിടെ ഇരിക്കണം. 1-ാമത്തെ കരച്ചിൽ കേട്ടത് ഏദൻ തോട്ടത്തിലാ. മിണ്ടുന്നില്ല. ഒരാമേ പറഞ്ഞാട്ട് ഞാനൊന്ന് താഴോട്ടിറങ്ങുന്ന പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല. 1-ാമത്തെ കരച്ചിൽ കേട്ടത് ഏദൻ തോട്ടത്തിലാ. മക്കളെ, ഞാൻ താഴോട്ടിറങ്ങിയ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും. 1-ാമത്തെ കരച്ചിൽ ഏദൻ തോട്ടത്തിലാ. ആരാ കരഞ്ഞത്? യഹോവ കരഞ്ഞോ? ഇല്ല. ആരാ കരഞ്ഞത്? ആദാം കരഞ്ഞോ? ഇല്ല. ആരാ കരഞ്ഞത്? ഹവ്വ കരഞ്ഞോ? ഇല്ല. ആരാ കരഞ്ഞത്? ഒരാട് കരഞ്ഞു. ഞാൻ ആടിനോട് ചോദിക്കുന്നു, എന്തിനാ നീ കരഞ്ഞത്? ആട് പറയും, ഞാൻ തെറ്റ് ചെയ്തിട്ട് കരഞ്ഞതല്ല. അവന്റെ തേജസ്സിന്റെ ഉടുപ്പ് പോയപ്പോ എന്റെ കഴുത്ത് കണ്ടിച്ച് എന്റെ തോലെടുത്ത് അവനെ ഉടുപ്പിക്ക് എന്റെ കഴുത്ത് വെട്ടിയപ്പോൾ ആദ്യത്തെ കരച്ചിൽ ഒരു കുഞ്ഞാടിന്റെയാ. ഏത് കുഞ്ഞാട്? ഏതൊരു കുഞ്ഞാട്. കരച്ചിൽ നമ്പർ 1. കരച്ചിൽ നമ്പർ 2 മോറിയാമലയുടെ മേളിലാണ്. സ്വന്തം മകന്റെ
ആമെ കഴുത്ത് വെട്ടാൻ നെഞ്ചിനകത്ത് തിങ്ങിയ വേദന കൊണ്ട് ആമെ മൂർച്ച വെച്ച വാളുമായിട്ട് മോറിയായുടെ കുമ്പിൽ ചുംബിച്ച് മകനെ കൈകാല് കെട്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കൈകാല് കെട്ടി വിറകിന്റെ മേൽ കിടത്തിയിട്ട് വാളുമേളിലോട്ട് പൊക്കുമ്പോൾ ഓരോറ്റ വിളി, അബ്രാമേ. ഇന്ന് രാത്രി ഒരു പ്രവചനം എന്റെ വായിക്കകത്ത് വരികയാണ്. വാള് പൊക്കിയ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടാൻ പോകയാ. അവൻ ചില മരണ ശക്തികൾ ചില മരണ വായി തുറന്ന് ഇല്ല, ആ ആക്സിഡന്റ് നടക്കുകയില്ല, ആ ദുരന്തം നടക്കുകയില്ല, ആ പെടുമരണം നടക്കുകയില്ല, ആ സൈലന്റ് അറ്റാക്ക് നടക്കുകയില്ല. Now I command. കർത്താവ് പ്രാർത്ഥിക്കുക. അവനെന്തെങ്കിലും പറഞ്ഞേക്ക് പോട്ടെന്ന് വിചാരിക്കാതെ നിങ്ങളുടെ കയ്യെ ചുറ്റിയ പാമ്പിനെ നിങ്ങൾ കുടഞ്ഞുകളാം. മോറിയയുടെ കുന്നിന്റെ മേളിൽ വാള് പൊക്കുമ്പോൾ അബ്രാമേ കൊച്ചിനെ തൊടരുത്. ശബ്ദം കേട്ടിടത്തോട് നോക്കുമ്പോൾ ആമെ കൊമ്പ് കാട്ടുവെള്ളിൽ കുരുങ്ങി കിടക്കുന്ന ആട്ടുകൊറ്റൻ രണ്ടാമത്തെ കരച്ചിൽ അവിടെ. ആർക്കുവേണ്ടി? ഇസഹാക്ക് മരിക്കാതിരിക്കാൻ ഒരു ആട് കരയുകയാൽ രണ്ടാമത്തെ കരച്ചിൽ അവിടെ. കരച്ചിൽ നമ്പർ 3. വീട്ടിൽ അനുജനായി ജനിച്ചവൻ, പേര് യാക്കോബ്. ചേട്ടനെ കാട്ടിൽ വേട്ടേർച്ചയ്ക്ക് വിട്ടു. ചേട്ടൻ അപ്പന്റെ അനുഗ്രഹം മേടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ അനിയനെ പറഞ്ഞ് ആടിന്റെ കൂട്ടിലോട്ട് വിട്ടു. അവൻ ചെന്ന് 2 കോലാടിനെ പിടിച്ചു, കഴുത്തറത്തു. എന്തിനാണ്? മൂന്നാമത്തെ കരച്ചിൽ കേട്ടത്. അനിയനാകുന്ന യാക്കോബിനെ ചേട്ടനാക്കാം. കരച്ചിൽ നമ്പർ 4 നടന്നത്. ആമേ നിങ്ങൾക്കറിയാമല്ലോ, മാസങ്ങൾ. അബീബ് മാസം 10-ാം തീയതി ഒരാടിനെ വേർതിരിച്ച് 14-ാം തീയതി സന്ധ്യാസമയത്ത് അവർ മിസ്രൈമിൽ വെച്ച് ആടിനെ കടുത്തുറത്തു. എന്തിനാണെന്നറിയാമോ? 430 വർഷം കിരാതമായ ഭീകര വാഴ്ചയുടെ കീഴിൽ നിന്ന് വാഗ്ദത്തത്തിന്റെ പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് ഒരു തലമുറയെ പുറപ്പെടുവിക്കാൻ ഒരു കുഞ്ഞാട് കരഞ്ഞു. ആ കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ പേരാണ് പെസഹ കുഞ്ഞാട്. കരച്ചിൽ 4. കുഞ്ഞാടിന്റെ പേരാണ് പെസഹ കുഞ്ഞാട്. ഇതെല്ലാം നിഴലാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ കണ്ട കരച്ചിലെല്ലാം നിഴലാണ്. എന്നാൽ ഈ കരച്ചിലിന്റെ എല്ലാം പൊരുൾ നടന്നത് കാൽവറിയിലാണ്. ആ കരച്ചില ഞാൻ വായിച്ചത്. എലി 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 ലമാ ശബക്താനി. എന്റെ ദൈവമേ, ഞാനതെങ്ങനെ വിശദീകരിക്കണം പാസ്റ്ററെ? എനിക്കറിയില്ല. ഈ കരച്ചിൽ നടക്കുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നിർത്താം. ഈ കരച്ചിൽ നടക്കുന്നതിന് 1000 years back, 1000 വർഷത്തിന് മുമ്പ് ഒരു പ്രവാചകൻ പേന എടുത്തു. പ്രവാചകന്റെ പേര് ദാവീദ്. പേന എടുത്ത് വെച്ച് 1000 വർഷം കഴിഞ്ഞിട്ട് കരയാനുള്ള കരച്ചിലിന്റെ ലാംഗ്വേജ് അവൻ എഴുതി. ഒരാക്സിഡന്റൽ ഡെത്ത് അല്ലടോ യേശുവിന്റെ മരണം. നാട്ടുകാര്, ക്രിസ്ത്യാനികൾ പൗഡർ ഇട്ട് ക്രിസ്ത്യാനികൾ മേക്കപ്പ് ചെയ്ത ദൈവമല്ല യേശു. അവന്റെ കരച്ചിൽ ജോൺസനെ, അവന്റെ കരച്ചിൽ 1000 വർഷം മുമ്പ് ഒരു പ്രവാചകൻ എഴുതി. അവൻ എന്ത് പറഞ്ഞ് കരയണമെന്ന്. നമ്പർ 2, 750 വർഷത്തിന് മുമ്പ് യെശയ്യാ പ്രവാചകൻ എഴുതി. അവൻ കള്ളന്മാരുടെ നടുക്ക് കിടക്കുമെന്ന്. ഇതൊക്കെ കേട്ട അവൻ ശവക്കൊന്നെ പോലും അന്യഭാഷ ഉണ്ടാവുമല്ലോ. അവൻ 750 വർഷത്തിന് മുമ്പ് പ്രവാചകൻ എഴുതിയെന്ന്. അവൻ കള്ളന്മാരുടെ നടുക്ക് കിടക്കുമെന്ന്. അവൻ ഇനി കേൾക്കണോ? അവൻ സെക്കറിയ എഴുതി വെച്ച് കേൾക്കണോ? അവനെ 30 വെള്ളിക്കാശിന് വിൽക്കുമെന്ന് പ്രവാചകൻ എഴുതി വെച്ചെന്ന്. ഇനി കേൾക്കണോ? അവൻ കഴുതയുടെ പുറത്ത് കയറി വരുമെന്ന് പ്രവാചകൻ എഴുതി വെച്ചെന്ന്. ഇനി കേൾക്കണോ യേശുദാസേ?
കേട്ടോ, എഫ്രാത്ത രണ്ടുണ്ട്. എഫ്രാത്ത രണ്ടുണ്ട്. സാമ്യം വഴക്ക് പിടിക്കാതിരിക്കാൻ തമ്പുരാൻ ഒരു ദൂത് എടുത്തു പറഞ്ഞു, നീയോ ബേത്ലഹേം എഫ്രാത്തേ, ഇത്ര ക്ലാരിറ്റിയോടെ ചെങ്ങന്നൂരേ ആവേശമുണ്ടോ യേശുവിനെ കുറിച്ച് പറയാൻ? ക്ലാരിറ്റിയോടെ ജനിച്ചവൻ. നിർത്തുക, പറഞ്ഞു നിർത്താനുള്ള സമയമുള്ളൂ. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. പ്ലീസ്, all of you please stand together. All of you please.